അങ്ങനെ ബീഹാറിൽ BJP JDU സഖ്യം NDA സഖ്യം നേടിയ വൻ വിജയത്തിന്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ PR ശിവശങ്കർ കൂടി തുടരുന്നുണ്ട്. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ പവൻ ഖേര ഇതിന്റെ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ പവൻ ഖേരയുടെ പ്രതികരണം വന്നത് ഇത് ആരൊക്കെ തമ്മിലുള്ള മത്സരമെന്ന് മഹാഗഠബന്ധനും അല്ലെങ്കിൽ NDA തമ്മിലുള്ള മത്സരമല്ല, ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ്. അതെ, രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അപ്പോൾ ബീഹാറിലെ ജനങ്ങൾ തോറ്റുപോയിരിക്കുന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയിച്ചു എന്നാണ്. എന്തായാലും ഒന്ന് എറിഞ്ഞിട്ടിരുന്നു, അത് ഹൈഡ്രജൻ ബോംബ് അടക്കമുള്ള കാര്യങ്ങളുമായി രാഹുൽ ഗാന്ധി ഒരു കളം ഒരുക്കി വെച്ചിരുന്നു. ഒരു തിരിച്ചടിയേറ്റാൽ ഇതാണ് കാരണമെന്ന് പറയാൻ. അപ്പോൾ ആ നിലയിലേക്ക് ഇനി ഇതിൻ്റെ ഒരു നറേറ്റീവിനെ കൊണ്ടുപോകാനുള്ള ഒരു പ്രതിപക്ഷ ശ്രമം നിങ്ങൾ കരുതിയിരിക്കുന്നുണ്ടോ? ദിനേശ്, ഞാനത് ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് വളരെ ഇത് ഒന്നാമത്തെ പാനൽ ഒരു ആരും കൊതിക്കുന്നൊരു പാനലാണ്. അത് ഗോകുമാർ സാറായാലും വർഗീരാജ് സാറായാലും. ഞാൻ അതുകൊണ്ട് സോഷ്യലിസ്റ്റ് പോളിസീസിൻ്റെ ഒരു അന്ത്യം എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട വർഗീസ് സാറ് പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് 2 വാചകം മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു അന്ത്യമോ അത്തരം ചിന്താഗതിയിൽ നിന്ന് ജനങ്ങൾ മാറിയതോ അല്ല. മറിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ സോഷ്യലിസം എന്നാൽ കമ്മ്യൂണിസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ രൂപീകരിച്ചെടുത്ത ചിന്തയുടെ ഒരു ബാക്കി പത്രമോ ആണ് ഇന്ന് നടക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് ഇന്ത്യയിൽ നടത്തേണ്ടത് എന്നുള്ള വിശ്വാസമാണ്. സത്യത്തിൽ ഈ സോഷ്യലിസമൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലും നടന്നിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതിൻ്റെ പല തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് വിധവ പെൻഷൻ ആദ്യമായി തുടങ്ങിയത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ മറ്റു പല നീതി പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. യാചകന് നീതി നിഷേധിച്ചാൽ അവൻ്റെ രൂക്ഷമായ നോട്ടങ്ങൾ പോലും രാജഭരണകൂടങ്ങളെ കത്തിച്ചെറിയും എന്ന രീതിയിലുള്ള നീതിചരിത്ര ബോധങ്ങളൊക്കെ നമ്മളുടെ ചരിത്രത്തിലുണ്ട്. അതിൽ അന്ത്യോദയ പദ്ധതി ആദ്യമായിട്ട് നടത്തിയത് അടൽ ബിഹാരി വാജ്പേയിയാണ്. അതിനുശേഷമാണ് അത് UP നടത്തിയത്. ഇത്തരം ധാരാളം കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം സോഷ്യലിസ്റ്റ് പോളിസി, അത് ഒരു ആരുടെയെങ്കിലും കുത്തകയല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പുറത്തേക്ക് വന്ന എന്തെങ്കിലും ചിന്താപദ്ധതിയല്ല. അതിന് ഭാരതീയമായ മറ്റൊരു ചിന്താപദ്ധതിയുടെ തുടക്കം കൂടിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സോഷ്യലിസ്റ്റുകളുടെ പുനരേകീകരണം, അദ്ദേഹം പറഞ്ഞതുപോലെ ആ പുനരേകീകരണം യഥാർത്ഥ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി അഴിമതിയില്ലാത്ത, ഈ രാജ്യത്തെ നശിപ്പിക്കാത്ത ചിന്താപദ്ധതിയുമായി ചേർന്നാൽ അത് മറ്റൊരു തുടക്കമാവും എന്ന് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2, താങ്കൾ പറഞ്ഞ കാര്യം, ഇതിപ്പോൾ തോൽക്കുമ്പോൾ നിരന്തരമായി അത് ഇന്ന് കുറേ നാൾ മുമ്പ് വരെ അത് പട്ടാളത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷം അത് ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിനെയും അദാനിയെയും പറഞ്ഞു. അതിനുശേഷം അത് റഷ്യൻ അമേരിക്കൻ ചാര സംഘടനകളെ പറഞ്ഞു. ഇപ്പോൾ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പറയും. ഈ ബീഹാറിൽ വോട്ട് ചെയ്യാൻ പോയ സ്ത്രീകൾ മുഴുവൻ ഇനി ഏതെങ്കിലും റോബോട്ടുകളാണോ അല്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ കൊണ്ടുവന്ന യന്ത്ര മനുഷ്യരാന്ന് വരെ ഇവർ പറഞ്ഞു കളയും. തോൽവിയെ സംബന്ധിച്ച് തോറ്റുന്നത്, അത് മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കുവാനും അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനും അത് തെറ്റ് കണ്ടുപിടിച്ച് അത് തിരുത്തുവാനുമുള്ള കഴിവില്ലായ്മയാണ് കോൺഗ്രസിനെ ഇത്രയേറെ അധപ്പതിപ്പിക്കുന്നത്. അതല്ലാതെ അതല്ലെങ്കിൽ നേരത്തെ ശശി തരൂർ പറഞ്ഞതുപോലെ കുടുംബാധിപത്യത്തെ എതിർക്കുവാൻ നട്ടല്ലില്ലാത്തവന് ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതല്ലാതെ മറ്റൊരു കാര്യവുമില്ല. സ്വയം ഞാൻ നേരത്തെ പുതിയ കണക്കുകൾ, അതായത് കോൺഗ്രസും MIM ഇപ്പോൾ 5 സീറ്റുകളിലാണ്. അതായത് കോൺഗ്രസ് 60 സീറ്റുകളിലാണ്. ആ 60 സീറ്റുകൾ എങ്ങനെ ചോദിച്ചു വാങ്ങി, എങ്ങനെയാണ് ആ 60 സീറ്റുകൾ നേടിയെടുത്തതെന്ന് അറിയാം. മഹാസഖ്യം തന്നെ പിരിഞ്ഞു പോകുമോ എന്ന് ചില സമയങ്ങളിൽ തോന്നിയിരുന്നു. അവിടെ നിന്ന് പിടിച്ചു വാങ്ങിയ 60 സീറ്റുകളിൽ 5, അതായത് 10ൽ 1 ആ രീതിയിൽ അത്രയും മോശം പ്രകടനമാണ്. MIM ഇപ്പോൾ 5ലാണ്, കോൺഗ്രസും ഇപ്പോൾ 5ലാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയുടെ റാലി തന്നെ 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റാലി പ്രഖ്യാപിക്കുക, അവിടെ ബോർഡൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് അവിടെ ചാനലുകാർ വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് രാഹുൽ ഗാന്ധി വരില്ല, അദ്ദേഹം വേറെ ഏതോ പോകുന്നു. ഇതൊരു പാർട്ട് ടൈം പൊളിറ്റിക്സിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഒരു ഫുൾ ടൈം പൊളിറ്റിക്സിൽ അത് 2 മാസം ഏതെങ്കിലും വോട്ട് ചോരി യാത്ര നടത്തി അതിനുശേഷം ഇറ്റലിയിലേക്കോ വിദേശത്തേക്കോ ഷാങ്കായിലേക്കൊക്കെ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നു. ആ കാലഘട്ടമൊക്കെ പോയി. ജനങ്ങളോടൊപ്പം ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരിലൊരാളായി നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, നേതാക്കൾ BJPക്കുണ്ട്.
കോൺഗ്രസിലും ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അതില്ല. ഇന്ന് കോൺഗ്രസിന് അടിത്തട്ടിൽ പ്രവർത്തകരില്ല. ഇത് തന്നെയാണ് കേരളത്തിലും. കേരളത്തിൽ ഈ പുറംമോടിയല്ലാതെ ഞാൻ ഗ്രാമങ്ങൾ തമ്മിലിരിക്കുമ്പോൾ ഗ്രാമത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വംശനാശം സംഭവിച്ചിരിക്കുന്നു. ചാനൽ പൊളിറ്റിക്സിൽ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ടല്ല രാഷ്ട്രീയം നിറവേറ്റേണ്ടത്. അത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കാണാം. ഇത്തരത്തിൽ നിരന്തരം സൈന്യത്തെയും അതുപോലെ തന്നെ ഈ പറയുന്ന അതിനുള്ള ഒരു ഉത്തരം നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് വർഗീസ് ജോർജിൽ നിന്ന് കൂടി പ്രതീക്ഷിക്കുന്നു.